പറയൂ. ഹായ്, ഹലോ, നമസ്കാരം. ഹായ് ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം ഐ ആം കമ്മിങ് ബാക്ക് ടു വീഡിയോ. അപ്പൊ ഇന്ന് ഞാനും പൊന്നും കൂടി വീഡിയോ, ഇന്ന് കാലത്തോടെ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സംഭവം, എന്റെ സന്താനം പർപ്പിള് ഓർഡർ ചെയ്ത ഒരു സംഭവമാണ് ഇത്. ഞാൻ നൈസായിട്ട് എനിക്ക് പോക്കറ്റ് മണി കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് ഓർഡർ ചെയ്തതാണ്. 500 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആകത്തുള്ളൂ. പിന്നെ അങ്ങനെ ആക്കി. അപ്പം എന്തൊക്കെയാണ് സങ്കടം ഉണ്ടോ? 500 രൂപ ഒറ്റയടിക്ക് പൊട്ടി, അല്ലെങ്കിൽ 200 പൊട്ടുമായിരുന്നുള്ളൂ. എന്നാലും പിന്നെ 500 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോ 500 രൂപ വാങ്ങിക്കാം. രണ്ടിനും 500 വരുന്നില്ല, 229 റേറ്റ് ഉള്ളൂ. എവിടെയൊക്കെ ഹോട്ടലുണ്ട്, ഏതൊക്കെ ഓൺലൈനിൽ ഏതൊക്കെ സംഭവങ്ങൾ, ഏതൊക്കെ പ്രൊഡക്ട്സ് എങ്ങനെയൊക്കെ കിട്ടുന്നില്ല, എന്റെ ഒരു കംപ്ലീറ്റ് എൻസൈക്ലോപീഡിയ ആണ് എന്റെ ഈ സന്താനം. അപ്പൊ ഇന്നലെ എന്നോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനൊക്കെ വാരിക്കോരി മൂളുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പൊന്നു നിങ്ങൾ ഓർഡർ ചെയ്തത്? കിട്ടും. നൈസ്, വണ്ടർഫുൾ. ഫേക്ക് ആണോ? നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു സംഭവമാണ്. നീ തന്നെ വെച്ചത്. ഓക്കെ, ഇവരുടെ നല്ല പാക്കേജിംഗ് ആണ് കേട്ടോ. മറ്റേ ബബിൾ റാപ്പ് ബാൻഡ് ആയത് കാരണമാണ് ഇവരിങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ പർപ്പിളിന്റെ ഗുണഗണങ്ങൾ ഓവർ ടു പൊന്നു എക്സ്പ്ലെയിൻ ചെയ്യും. പർപ്പിളുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇവരുടെ ഓഫർ എന്ന് പറയുന്നത്, ഓഫർ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഓഫർ കിട്ടും. സാധനം 2 ദിവസത്തിനുള്ളിൽ വരും. അതാണ് വേറെ കാര്യം. പക്ഷെ ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇന്നാണ് വന്നത്. പിന്നെ ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേയുടെ അന്ന് ഫ്രീ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിരിക്കും ആദ്യം കിട്ടുന്നത്. അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കായിരിക്കും കിട്ടുക. ഇത്രയുള്ള സ്പെഷ്യാലിറ്റി. പഠിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം ചോദിച്ചാൽ ഇത്രയും ഫ്ലുവൻസി ഉണ്ടാവില്ല കേട്ടോ. ഈ വക സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഫ്ലുവൻസി ആണ്. അപ്പൊ ഇവള് വേണ്ടെന്ന് അവരെ തന്നെ പറയുള്ളൂ. അപ്പം പൊന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രൊഡക്ട്സിന്റെ സംഭവങ്ങൾ, ഇപ്പൊ ഫേസിന്റെയും ഹെയറിന്റെ ഒക്കെ സംഭവം എന്നെ പോലെ അല്ല, പൊന്നു യൂട്യൂബേഴ്സിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ കുറെ യൂട്യൂബേഴ്സിന്റെ ഞാൻ കണ്ടാണ് കേട്ടോ. അപ്പൊ ഈ 2 പ്രൊഡക്റ്റ് ഞാൻ അത് കണ്ടിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പർപ്പിളില് ഞാൻ ഇതും കൂടെ നോക്കി, അതായത് റിവ്യൂസ് നോക്കി. അപ്പൊ കൂടുതലൊക്കെ നല്ലതാണ്. യൂസ് ചെയ്യുമ്പോൾ അറിയാം, ഇവരറിയാം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് എന്റെ പേര് പൊന്നു? ജസ്റ്റ് ട്രൈ അല്ല, റോസ്മേരി വാട്ടർ ഓൾമോസ്റ്റ് നല്ലത് തന്നെയാണ്. നമ്മൾ പലയിടത്തും യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ബേബി ഹെയർസും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ വെച്ച് വാങ്ങിച്ചിരുന്നത് ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ മാറിപ്പോയി. അപ്പൊ പൊന്നുനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാതിരി മീഷോയിലുള്ള ഓഫർ, പർപ്പിളിലുള്ള ഓഫർ, എവിടെയൊക്കെ സാധനങ്ങൾ എന്തൊക്കെ കിട്ടുന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് വെച്ചിട്ട് തന്നെ എന്റെ വീഡിയോ ചെയ്യാനുള്ള മടി അങ്ങ് മാറ്റണം. അപ്പൊ എന്താ സംഭവം എന്നല്ല, ഇത് നമുക്ക് ഇത് തന്നെ നമ്മുടെ റോസ്മേരി വാട്ടറിന്റെ ആക്സിന്റെ റോസ്മേരി വാട്ടർ ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഇത് നന്നായിട്ട് ഞാനിപ്പോ തലയിൽ എണ്ണയൊക്കെ തേച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ഇതിലാണ്. പിന്നെ ഇത് ഉള്ള കാര്യം പറയാലോ, നമ്മൾ എത്രയൊക്കെ റിവ്യൂ കണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഹെയർ സ്റ്റഫും സ്കിൻ സ്റ്റഫ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കലും നമ്മൾ അത് അടിപൊളി എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോടും പറയുന്ന സംഭവമാണ്. ഇപ്പൊ ഒരാൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളൊരു ട്രൈ ചെയ്യാതെ എടുക്കരുത്, ആ പരിപാടിക്ക് നിൽക്കരുത്. ഇപ്പൊ പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്തതാണ് സ്പ്രേ. ഞാൻ ചെയ്തിട്ട് എന്റെ തലമുടിയും പോയിക്കോട്ടെ. വലിയവർക്ക് പാച്ച് ടെസ്റ്റിന്റെ ആവശ്യമില്ല, കുട്ടികൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാം. അതെന്താ അറിയുമോ, കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയവർ നെഞ്ചത്തടിച്ച് കറിയും, വലിയൊരു അവസ്ഥ മനസ്സിലാക്കി മിണ്ടാണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അപ്പം പൊന്നു ഞാൻ യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു സാധനം ഞാൻ നല്ലതാണ്, ഒരുപാട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ മാതിരി ഡയറക്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഞാൻ എന്റെ സന്താനത്തിന് കൊടുക്കുള്ളൂ. കാരണം ഇവള് അലറാൻ തുടങ്ങിയ ഇവിടെ നിൽക്കത്തില്ല. അപ്പൊ ഇല്ല, എന്ത് തന്നെയാണെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ട് നിനക്ക് തരൂ. അപ്പം ഇതാണ് പൊന്നു ഒന്ന് ചെയ്തത്. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു ചെയ്താണ്, കാരണം മുടി വളർത്താനുള്ള പരിപാടിയിലാണ്, കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് റോസ്മേരി വാട്ടർ ഞാൻ വാങ്ങിച്ചു, ഞാനല്ല പൊന്നു വാങ്ങിച്ചു. പിന്നെ ഇതെന്താണ്, ഇതാണ് അതിന്റെ ഓയിൽ വന്നത്. ഓക്കെ. അപ്പോ ഇത് തേച്ച് കുളിക്കുവോ? ഇത് നമ്മുടെ സാധാ ഓയിലിന്റെ കൂടെ ചൂടാക്കി മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതായത് വെളിച്ചെണ്ണ നമ്മുടെ പാരച്യൂട്ട് തന്നെ മതി. നമുക്ക് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഇപ്പൊ മരത്തിന്റെ ഓണിയൻ ഓയിൽ ആണെങ്കിൽ പോലും മിക്സ് ചെയ്ത് തേച്ചാൽ മതി. നമുക്ക് അങ്ങനെ ഇന്ന ഓയിൽ വേണമെന്നില്ല.
ഓക്കെ. അപ്പം ഇവിടെ ഞാൻ ചില സമയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട്, പൊന്നും യൂസ് ചെയ്യാറുണ്ട്, മാമേഴത്തിന്റെ യൂസ് ചെയ്യാറുണ്ട്. ആള് മാമേഴത്തിന്റെ അംബാസിഡർ ആവും, അടുത്ത് തന്നെ അതിന്റെ സോപ്പ് വരെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് മിക്സ് ചെയ്തിട്ട് തേക്കുന്ന നല്ലതാണ്. അപ്പൊ ചൂടാക്കണം, ചൂടാക്കിയിട്ട് തേച്ചിട്ട് കുളിക്കണം. പിന്നെ ഇത് ഡെയിലി യൂസബിളും ആണ്, നമുക്ക് വെറുതെ വെച്ചിട്ടാണെങ്കിലും പോവാം, ഡെയിലി യൂസബിൾ ആണ്. അപ്പം ഡിസ്ക്ലൈമർ ആയിട്ട് ഈ മൈഗ്രെയിൻ ഉള്ളവര് അല്ലെങ്കിൽ ഇത് തേക്കുമ്പോ തൊട്ട് അച്ചി തുമ്മലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ഈ രണ്ട് സംഭവങ്ങളാണ്. ഇത് രണ്ടും ഓൾ ടൈപ്പ് ഓൾ സ്കിന്നിന് പറ്റിയ സംഭവങ്ങളാണ്, അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് യൂസ്. പക്ഷേ എന്ന് ഇവള് പറയും ചെയ്യണ്ട, എന്ന് ഇവള് പറയും. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങള് പ്രൊഡക്റ്റ് എടുത്തോ പിടിച്ചോ എന്ന് ചെയ്യരുത്. അത് ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ നടത്തി അപ്പൊ ഒന്ന് പാച്ച് ഇത് നോക്കിയിട്ടേ നിങ്ങൾ ചെയ്യാവൂ കേട്ടോ. അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യാവൂ. ഓൾ സ്കിൻ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് നോക്കിയിട്ടേ ചെയ്യാവൂ. അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോങ്ങായിരിക്കുന്ന പട്ടിട്ടല്ലേ തേങ്ങ വീഴാന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാന്ന് പറയില്ല, വല്ലതും പറ്റിയൊക്കെ കൂടി തള്ളിക്കറി ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഗൈസ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ, പാച്ച് വരച്ച് നോക്കിയിട്ട് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാവും. അപ്പൊ റോസ്മേരി വാട്ടറും ഈ സംഭവമാണ് വാങ്ങിച്ചത്. പിന്നെ ഇന്ന് കാലത്തും പർപ്പിളിൽ എന്തൊക്കെയോ നോക്കി ഞാൻ പറഞ്ഞു സ്കിന്നൊക്കെ കുറച്ച് ഡള്ളായി. അപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതേ ചേച്ചി ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. ആശാത്തിയും പറയാറുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ലൈക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ പൗഡർ ഒന്നും യൂസ് ചെയ്യാത്ത ടൈപ്പ്. അഥവാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഐ മേക്കപ്പ് ചെയ്യും, ഒരു ചെറിയ പൊട്ടിടും, പിന്നെ ലിപ്സ്റ്റിക് ഇടും. ഇതൊക്കെ തന്നെ ചെയ്യാൻ മടിയാണ്. അപ്പൊ പലരും ചോദിച്ചു എന്റെ അടുത്ത് ഇത് ചെയ്തുകൂടെ എന്നുള്ളത്. വിൽ ട്രൈ യൂക്കെ. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് എന്റെ സന്താനം വാങ്ങിച്ചത്, പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ പർപ്പിൾ ഇങ്ങനെ ചില ഗുണഗണങ്ങളുണ്ട്, ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിരിക്കും, പൈസ കൊടുക്കേണ്ടി വരില്ല, ഒന്നും വരില്ല, അവരായിട്ടാണ്. പിന്നെ നമ്മൾ എപ്പോ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്പൊ ഒരു ഫ്രീ പ്രൊഡക്റ്റ് വരുന്നതായിരിക്കും. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായല്ലോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കൊണ്ടുവരാം. പാച്ച് ടെസ്റ്റ് ചെയ്തോളൂട്ടാ. ചെയ്തോളൂട്ടാ. കയ്യില് നിന്നിട്ടൊരു അലർജി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ കേട്ടോ. ബൈ. പക്ഷെ യു ക്യാൻ യൂസ് ഇറ്റ്. ഇത് യൂണിവേഴ്സൽ പോലെയാണിത്. ഇത് നമുക്ക് ഏതെങ്കിലും ഒന്ന് പറ ഒച്ചേ. തോറ്റു ഞാൻ. നിലപാടില്ല. അല്ല, ശരിക്കും വീഡിയോയിലുള്ള കാര്യമാണ്. കുറെ പേര് റിവ്യൂസ് ആയിട്ടുള്ളതാണ്. പക്ഷെ നമുക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓൾ ഓൺ യുവർ റിസ്ക്. എന്നെ കാത്തോളേ ദൈവമേ. അപ്പൊ എല്ലാവരും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ. അപ്പൊ ബൈ. ദിസ് ഇസ് പൊന്നു ആൻഡ് ദിസ് ഇസ് വലിയ പൊന്നു, ദിസ് ഇസ് കുട്ടി പൊന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇനിയും മനോഹരമായ ആചാരങ്ങളായിട്ട് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഇനി റിവ്യൂസ് കൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ സബ് ചെയ്യാൻ മറക്കരുത്. ബൈ.